നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ കെ എം ഷാജ. അൻവർ ഒരു തരംഗമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. ഇതുവരെ ഒരുപക്ഷെ ഒരു പരിഹാസ കഥാപാത്രമൊക്കെയായി സമൂഹ മാധ്യമങ്ങൾ കണ്ടിരുന്ന അൻവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കത്തിക്കയറി സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ തരംഗമാണ്. അൻവർ ഇടുന്ന ഓരോ പോസ്റ്റിനും 10,000 കണക്കിന് ലൈക്കുകൾ. സോഷ്യൽ മീഡിയ തുറന്നാൽ അൻവറിന്റെ പ്രസംഗങ്ങൾ, അൻവറിന്റെ വാർത്താ സമ്മേളനങ്ങൾ വല്ലാത്തൊരു കാഴ്ചയാണ്. അൻവർ സ്വന്തമായ ഒരു പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു എന്ന അൻവറിന്റെ തന്നെ പ്രഖ്യാപനം ഈ കഴിഞ്ഞ ദിവസം കണ്ടു. ആ പാർട്ടിയിലേക്ക് ആരൊക്കെ വരും എന്ന് മാധ്യമങ്ങൾ ഇപ്പോൾ സൂചന നൽകുന്നു. KT ജലീലും കാരാട്ട് റസാഖും റഹീമും ഒക്കെ അൻവറിന്റെ പാർട്ടിയുമായി സഹകരിക്കാനുള്ള സാധ്യതയാണ് മാധ്യമങ്ങൾ കൂടുതൽ കൽപ്പിക്കുന്നത്. അതിശക്തമായി വീണ്ടും CPM-നെ കടന്നാക്രമിച്ചുകൊണ്ട് അൻവർ മുന്നോട്ട് തന്നെ കുതിക്കുകയാണ്. ഇന്ന് രാവിലെയും പത്രസമ്മേളനം, വൈകുന്നേരം വരെ മാധ്യമങ്ങൾക്ക് തുടർ അഭിമുഖങ്ങൾ. ഇതൊരു ഊതിവീർപ്പിച്ച ബലൂണാണോ? എത്ര കാലം മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ഒക്കെ അൻവറിനെ ഇങ്ങനെ കൊണ്ടു നടക്കും? എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണം? നമ്മളിതിനകത്ത് കണ്ടത് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ അൻവറിനെ കൊണ്ടു നടക്കുന്നു എന്നുള്ള സോമന്റെ വാദത്തിനോട് എനിക്ക് യോജിപ്പില്ല. എന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾ അൻവറിനെ ആഘോഷിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണണം. അൻവറിനെ സാമൂഹ്യ മാധ്യമങ്ങൾ ആഘോഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അൻവർ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളുടെ ഏറ്റവും വലിയൊരു വരുമാന മാർഗമാണ്. രണ്ട്, സാമൂഹ്യ മാധ്യമങ്ങൾക്ക് എന്തുകൊണ്ടാണ് അൻവർ ഒരു വരുമാന മാർഗമാകുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, അൻവർ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ, കാഴ്ചക്കാര്, സാമൂഹ്യ മാധ്യമങ്ങളുടെ പാഠത്തിൽ പറഞ്ഞാൽ വ്യൂവേഴ്സ് ആ കാര്യങ്ങൾ നെഞ്ചോട് ചേർക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അൻവറിനെ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ആഘോഷിക്കേണ്ടി വരുന്നത്. ചില സാധനങ്ങൾ ചത്താലും ജീവിച്ചാലും വരുമാനമാണ് എന്നൊക്കെ പറയുന്ന പോലെ മുൻപ് അൻവറിനെ ആക്രമിച്ച് ഇതേ മാധ്യമങ്ങൾ ഒരു പരിധി വരെ വരുമാനം ആർജിച്ചിരുന്നു. ഇപ്പോൾ അൻവറിനെ പ്രശംസിച്ച് വരുമാനം. ഞാൻ അതിന്റെ കുറച്ച് ഒരു സ്പെസിഫിക്സിലേക്ക് ഞാൻ വരാം. സോയ്മോൻ വളരെ ബ്രോഡറായിട്ടാണ്. ഞാൻ എന്റെ സ്പെസിഫിക്സിലേക്ക് വരാം. സ്പെസിഫിക്സിലേക്ക് വരുമ്പോൾ അൻവറിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്നത് ആരാ? അൻവറിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്നത് സോയ്മോന്റെ സുഹൃത്തായിട്ടുള്ള, നമ്മുടെ എല്ലാവരുടെയും സുഹൃത്തായിട്ടുള്ള മർദാന ഷാദാണ്. രണ്ട്, അൻവറിനെ പിന്നെ വിമർശിക്കാൻ നിർബന്ധിതരായ ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ് അഡ്വക്കേറ്റ് അല്ല എ ജയശങ്കർ. ജയശങ്കറിന്റെ മുഖ്യ ഏരിയയായിരുന്നു. അതെ, ജയശങ്കറിനെ പറഞ്ഞ നമുക്കറിയാമല്ലോ. എന്നാൽ അവർ രണ്ടുപേരുമാണ്. ഏഷ്യാനെറ്റിലെ വിനു പോലും ഇപ്പോൾ അൻവറിനെ പുകഴ്ത്തി പറയാൻ നിർബന്ധിതരായിരിക്കുന്നു. വല്ലാത്ത ഒരു കാഴ്ചയാണ്. ഞാൻ ദൃശ്യമാധ്യമങ്ങളിലേക്ക് ഞാൻ പോകാം. സോഷ്യൽ മീഡിയയിൽ ഇവർ രണ്ടുപേരുമായിരുന്നു അൻവറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കൾ. അവർ രണ്ടുപേരും ഇപ്പോൾ അൻവറിന് ഓശാന പാടിക്കൊണ്ട് നിൽക്കുന്നതാണ് നമുക്കൊക്കെ ചെസ് നമ്പർ ഇട്ടായിരുന്നു. അതെ. അപ്പോ ഈ മർദാന ഷാദിനെ സംബന്ധിച്ചിടത്തോളം മർദാന ഷാദിന്റെ ഏറ്റവും വലിയ ആക്രമണ ലക്ഷ്യമായിരുന്നു അൻവറിന് മർദാന മലയാളി. ആ മറുനാടൻ ഷാദൻ പോലും ഷാദന്റെ ഒരു വലിയ വരുമാന മാർഗമായി ഇപ്പൊ PV അൻവറിനുള്ള പിന്തുണ മാറിയിരിക്കുന്നു എന്ന് വരുമ്പോൾ അതിലൊരു പരിഹാസം ഉപയോഗിക്കുന്നുണ്ട്. അല്ല, ആയിരിക്കാം. പരിഹാസമൊക്കെ കൊണ്ട് പരിഹാസം കുറച്ച് പറയാതിരിക്കാൻ ഷാദിന് കഴിയില്ലോ. കാരണം ഷാദൻ അത്രയും കൂടുതൽ ആക്രമണം നേരിട്ടതാണ് എന്ന് മാത്രമല്ല, ഇപ്പോഴും അൻവറിന്റെ സർക്കാരിനെതിരായിട്ടുള്ള ആക്രമണത്തിൽ മർദാന ഷാദ് ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് ചില ചില്ലറ പരിഹാസമൊക്കെ പറയുമെങ്കിലും അൻവറിനെ അനുകൂലമായി പറഞ്ഞുകൊണ്ട് വരുമാനം ഇപ്പൊ ഷാദിന് നേടുന്നുണ്ടെന്നുള്ളൊരു വസ്തുത. മുഖ്യ ശത്രുവിനെ നേരിടാൻ പൊതുശത്രുവിനെ അല്ലാതെ ഞാൻ പറഞ്ഞ ആ പ്രതിശാസ്ത്ര വാദഗതികളൊക്കെ ഉന്നയിക്കുന്നത് കുഴപ്പമില്ല. പക്ഷെ ആത്യന്തികമായി ഷാദിന് ഇപ്പം PV അൻവറും ഒരു വരുമാന മാർഗമാണ് എന്ന വസ്തുത നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് സാമൂഹ്യ മാധ്യമങ്ങൾക്ക് മാത്രമല്ല, അത് ദൃശ്യമാധ്യമങ്ങളെല്ലാം അത് തന്നെയാണ്. ഇപ്പൊ ദൃശ്യമാധ്യമങ്ങള് എന്തുകൊണ്ടാണ് PV അൻവറിന്റെ പുറകെ പോകുന്നത്? ദൃശ്യമാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും PV അൻവറിന്റെ പുറകെ പോകുന്നത് PV അൻവർ പറയുന്ന കാര്യങ്ങൾക്ക് കാണാൻ ആളുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇന്ന് രാവിലെ തന്നെ ഞാൻ നോക്കുമ്പോൾ 48 മിനിറ്റ് ഉള്ള ഒരു ഇന്റർവ്യൂ ആണ് ഞാൻ ഇന്ന് രാവിലെ കണ്ടത്. PV ആ 48 മിനിറ്റുള്ള വീഡിയോ ഞാനിപ്പോ കാണുമ്പോൾ തന്നെ 2 ലക്ഷം വ്യൂസ് കഴിഞ്ഞു. ഒരു രക്ഷയില്ല. ഇന്നത്തെ രാവിലത്തെ കാര്യം അത് 48 മിനിറ്റിന്റെ ഡ്യൂറേഷൻ ആണ്. മില്യൺ വ്യൂസിനൊന്നും ഒരു പ്രയാസവും ഇല്ല, പഞ്ഞുമില്ല.
ഇനി ഇന്നലെ എന്തായിരുന്നു അവസ്ഥ? ഇന്നലെയും ഇത് തന്നെയായിരുന്നു. ഇന്നലെ വൈകിട്ട് അയാൾ എന്താ ചെയ്തത്? അയാൾ ഒരു സാധാരണ തട്ടാൻ, ഞാനത് കാണുകയായിരുന്നു, ഉണ്ണി എന്ന് പറഞ്ഞൊരു സാധാരണ തട്ടാന്റെ സാധാരണ ജീവിതത്തിൽ അയാൾ ഉണ്ടാക്കിയ ഒരു സാധാരണ വീടാണ് എന്ന് പറഞ്ഞൊരു വീടിലേക്ക് അയാൾ കാണിക്കുകയാണ്. ആ വീടിന് വില 4 കോടി രൂപ. അയാൾക്ക് 50 സെന്റ് സ്ഥലമുണ്ട് അവിടെ. ഒരു സ്ഥലത്തിന് പിന്നെ ഒരു സെന്റിന് 50 ലക്ഷം രൂപ വില വരുമെന്നാണ് അവിടെ ഉള്ളവരോട് ചോദിച്ചപ്പോൾ അവര് തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ നിലയിൽ അൻവർ പറയുന്ന കാര്യങ്ങൾ ജനം നെഞ്ചോടി ചേർക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അയാൾക്ക് വ്യൂവർഷിപ്പ് കിട്ടുന്നതും ഈ സോഷ്യൽ മീഡിയയും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ തന്നെ അയാളെ ആഘോഷിക്കേണ്ടി വരുന്നതും എന്നുള്ള വസ്തുത നമ്മൾ കാണാം. എനിക്ക് തോന്നുന്നു ഈ ആക്രമണങ്ങൾ നേരിട്ട് അയാൾ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു കെമിസ്ട്രി AI ടെക്നോളജി ഒക്കെ പഠിച്ചു എന്ന് വേണം കരുതാൻ. പിന്നെ ഞാൻ അങ്ങനെയൊന്നും അല്ല കരുതുന്നില്ല. ഞാൻ സത്യത്തിൽ അയാളുടെ എല്ലാ അഭിമുഖങ്ങളും ആദ്യാവസാനം ഞാൻ കണ്ടിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അത് തുടങ്ങിയ സമയം മുതൽ ഇന്നത്തെ നല്ല ഫലപ്രദമായി പറഞ്ഞ് പ്രയോഗിക്കാനുള്ള കഴിവ് ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ഇന്നത്തെ അയാളുടെ 48 മിനിറ്റിന്റെ ഞാൻ കണ്ടു. അപ്പൊ അയാള് ഈ പറഞ്ഞതുപോലെ അയാൾ വളരെ ഇമ്പൾസീവാണ്. ചിലൊരു കാര്യം ചോദിച്ചാൽ അയാൾ അപ്പൊ തന്നെ അതിന് മറുപടി പറയും. അതൊന്ന്. 2, അയാളുടെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരുന്നു. 3, അയാളെ CPM-ന്റെ എത്ര ശക്തമായ വാദഗതികളിലൂടെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അയാളുടെ നിന്ദാസ്തുതിയും ഒരു പരിഹാസവും ഒക്കെ കൊണ്ടാണ് അയാളത് അതിനെ തിരിച്ച് മറുപടി കൊടുക്കുന്നത്. 4, അയാള് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നാണ്, ഫ്രം ദ ഡെപ്ത് ഓഫ് ദ ഹാർട്ട് ആണ് അയാൾ പറയുന്നത് എന്നുള്ളൊരു ഫീൽ. അതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. എന്താണെന്നറിയോ? ഒന്ന് മനസ്സിൽ കണ്ടിട്ട് പുറത്ത് വേറൊന്ന് പറയുന്നതാണ് ഇന്നത്തെ രാഷ്ട്രീയക്കാർ. എല്ലാം കള്ളന്മാരാണ്. ഓക്കെ, ആ സ്ഥാനത്ത് തന്റെ മനസ്സിൽ തോന്നുന്നത് തന്നെ ഞാൻ പറയും. ഇന്നിപ്പോ അയാൾ പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടു, വളരെ രസകരമായിട്ടൊരു കാര്യം. അതായത് എന്തോ ഒരു പ്രകോപനപരമായ ചോദ്യം അയാൾ ചോദിച്ചപ്പോഴത്തേക്ക് പോത്ത് വാഴ വെട്ടുന്നതിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടോ അയാളുടെ ചോദ്യം. അപ്പൊ എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു, പോത്ത് വാഴ വെട്ടുക എന്ന് പറഞ്ഞാൽ പോത്ത് അങ്ങോട്ട് ചെന്നിട്ട് ഇങ്ങനെ കൊമ്പ് കൊണ്ട് അങ്ങോട്ട് ചെയ്യും, പിന്നെ വാഴ ഒന്നിനും കൊള്ളില്ല. അപ്പൊ അതുപോലെ പോത്ത് വാഴ വെട്ടുന്ന പോലെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണം, അത് നിങ്ങൾ തന്നെ അങ്ങ് ചെയ്തു എന്നുള്ള നിലയിലുള്ള വളരെ ഈ പറഞ്ഞതുപോലെ ഈ നാട്ട് വർത്തമാനങ്ങൾ, നാട്ടു സംഭാഷണങ്ങൾ, പത്രക്കാരെ പേരെടുത്ത് വിളിക്കൽ, പ്രകോപിപ്പിക്കാതിരിക്കൽ, അതൊക്കെ അയാളുടെ ഭയങ്കരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അതിനേക്കാളൊക്കെ ഉപരി അയാൾ പറയുന്ന വസ്തുതകളുണ്ടല്ലോ, അത് പറഞ്ഞ തീ പിടിച്ച വസ്തുതകളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പിന്നെ ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ട അയാൾ പറഞ്ഞ കാര്യങ്ങൾ 35 ലക്ഷം രൂപയ്ക്ക് മേടിക്കുന്നു ഇൻ ക്യാഷ്, 66 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നു ഇൻ ക്യാഷ്. ക്ലിയർ അല്ലേ? അത് എന്തുകൊണ്ട് അത് ഞാൻ DGPക്ക് കൊടുത്തിട്ട് DGP എന്താണ് ഇയാൾ ഡിസ്മിസ് ചെയ്യാത്തത് എന്നുള്ള ചോദ്യത്തിന് ഇനിയിപ്പോ കൈകളിക്കാരൻ അവിടെ നിന്നിരുന്നാൽ പോലും അതിനൊരു മറുപടിയില്ല എന്നാണ്. ഇന്നലെ അയാൾ പോയത് എവിടെയാണ്? ഇന്നലെ അയാൾ പോയത് ഒരു സാധാരണ തട്ടാൻ. അതായത് പോലീസ് സ്വർണം പിടിച്ചു കഴിഞ്ഞാൽ ആ സ്വർണം മുറുക്കാൻ ഒരു തട്ടാൻ എടുത്ത് കൊണ്ടുപോകും. ആ തട്ടാന്റെ വീടാണ് 4 കോടി രൂപയുടെ വീട്. അയാൾക്ക് 10-20 കോടി രൂപയുടെ ആസ്തി അവിടെ കൊണ്ടോട്ടി തന്നെ. എന്ന് മാത്രമല്ല അയാൾക്ക് ഗൾഫിലും ആസ്തിയുണ്ട്. ഞാൻ നിങ്ങൾ പത്രക്കാരെയെല്ലാം ഞാൻ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്ന് അൻവറോട്ടെന്ന് പറയും. ആർക്കാണ് സോയിമനെ ഇതിനെ എതിർക്കാൻ കഴിയും? ഇപ്പൊ ഇന്നത്തെ പത്രസമ്മേളന സമയം നോക്കൂ. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അയാളൊരു അതിഭീകരമായിട്ടൊരു ബോംബാണ് അയാൾ ഇട്ടിരിക്കുന്നത്. അയാൾ ഇന്നലെ വരെ പോലീസിലെ RSS വൽക്കരണത്തെ കുറിച്ചാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് പാർട്ടിയിലെ RSS വൽക്കരണത്തെ കുറിച്ചൊരു കാര്യകാരണ സഹിതം അയാൾ പറയുകയാണ്. EN മോഹൻദാസ് എന്ന് പറഞ്ഞൊരുത്തർ ഇന്നലെ അയാളെ വിമർശിച്ച് സംസാരിച്ചു. അതിൽ അയാൾക്ക് ആകെ അസ്വസ്ഥനായി. അയാൾ അതിൽ പറയുന്നത് പാർട്ടിയിൽ നടക്കുന്ന രാപ്പകൽ RSSന് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് മലപ്പുറത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി എന്നയാൾ പറയുന്നത്. അല്ല, അത് സമർത്ഥിച്ച ഒരു സംഭവം വിവരിക്കുന്നത് വളരെ നമുക്ക് വെച്ചാല് അവിടെ മലയോര മേഖലകളിൽ ക്രിസ്ത്യൻ സ്കൂളുകളുണ്ട്. അത് എയ്ഡഡ് സ്കൂളുകളാണ്. എയ്ഡഡ് സ്കൂൾ എന്ന് പറഞ്ഞാൽ സർക്കാരിൽ നിന്ന് പണം കിട്ടുന്ന സ്കൂളുകളാണ്. ആ സ്കൂളുകളില് പഠിക്കുന്നത് 20% മാത്രം ക്രിസ്ത്യാനികളുള്ളൂ എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള മുസ്ലിംസും മലയോരങ്ങളിൽ ഒരു പള്ളിയുണ്ട്, പള്ളിയോട് ചേർന്ന് ഒരു പള്ളിക്കൂടമുണ്ട്. പള്ളി വന്നാൽ അവിടെ പള്ളിക്കൂടം വരുമെന്ന് ഉറപ്പാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു മുസ്ലിമാണ് എന്ന് പറയുന്ന 5 നേരം നിസ്കരിക്കും എന്ന് പറയുന്ന ഒരാള് അയാൾ ന്യായീകരിക്കുന്നത് ക്രിസ്ത്യൻ സമുദായത്തെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുള്ള സ്പർദ്ധയെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ക്രിസ്ത്യാനി. പക്ഷെ ഇവിടെ 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആരെ കുറിച്ചിട്ടാണ്? സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് അനുകൂലമാണ്. ക്രിസ്ത്യൻ പള്ളിക്കൂടങ്ങൾക്ക് MLA ഫണ്ട് കൊടുത്തു. MLA ഫണ്ട് കൊടുത്തപ്പോൾ ഈ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള EN മോഹൻദാസ് ഇതെന്ത് പണിയാണ് നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങളുടെ MLA ഫണ്ടെല്ലാം ഇതുപോലെ ന്യൂനപക്ഷങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്ന് പറഞ്ഞ് തട്ടിക്കറി എന്നാണ് അയാൾ പറയുന്നത്. എന്ന് മാത്രമേ അയാൾ അവസാനം പറയുന്ന കാര്യമുള്ളത്. അയാൾ പറഞ്ഞു, ഞാൻ 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിമാണ്. നിങ്ങൾക്ക് മുസ്ലിങ്ങളെ കുറിച്ച് അറിയുമോ എന്ന് ചോദിച്ചിട്ട് അയാൾ പറയുന്നത് എന്താ അറിയോ?
മുസ്ലിം ഇതിനകത്ത് പറയുന്നത് നിങ്ങൾ ഒരു അന്യമത സ്ഥാപനത്തെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ നെറ്റി ചുളിയരുത് എന്നാണ് മുസ്ലിം മതം പഠിപ്പിക്കുന്നത്. എന്നിട്ട് അയാൾ പറയാണ് ഇപ്പൊ എന്താണ് ഇപ്പൊ യഥാർത്ഥത്തില് പിന്നെ ഒരു മുസ്ലിം ഒരു ക്രിസ്ത്യൻ പള്ളി കണ്ടു കഴിഞ്ഞാൽ തീർട്ടോ എന്റെ പള്ളി എന്നാണ് പറയുന്നത്. അങ്ങനെ പറയാനല്ല പഠിപ്പിക്കുന്നത്. ഒരു ഹിന്ദു ദേവാലയത്തെ കണ്ടു കഴിഞ്ഞാൽ നെറ്റി ചുളിയരുത് എന്ന് പറയാനാണ് മുസ്ലിം ഇത് പഠിപ്പിക്കുന്നത്, ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അപ്പൊ ആ നിലയിലാണ് അയാൾ കമ്മ്യൂണിക്കുക. അതൊക്കെ ഭയങ്കര ഒരു മതേതരത്വത്തിന്റെ ഒരു പുതിയ ഒരു തിരിച്ചറിവാണ്. എനിക്കും ഇപ്പൊ ഞാനും ഇപ്പുറത്തെ പേരിൽ ഒരു മുസ്ലിം ആണെങ്കിലും നമ്മളൊരു ഈ പറഞ്ഞ പോലെ ഒരു നിരീശ്വരവാദിയാണ്. എനിക്കിതൊന്നും കേട്ട് ശീലമില്ല. എനിക്കിതൊക്കെ പുതിയ അറിവാണ്. അപ്പൊ ഇതിലൂടെ എന്ന് മാത്രമല്ല അയാൾ ഞെട്ടിക്കുന്ന ഒരു കാര്യം അയാൾ പറയുന്നുണ്ട്. എന്താണെന്നറിയോ? അയാൾ പറയുന്നത് ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ആരാണെന്നുള്ളതൊക്കെ ഞാൻ മനസ്സിലാക്കി. ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ അയാളോട് ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടുമ്പോൾ ചൂടാകും അയാളെ കോളറിൽ പിടിച്ച് അടിക്കാനും ശ്രമിച്ചു എന്നാ പറയുന്നത്. എന്താണെന്നറിയോ? RSSകാരുടെ പരിപാടി നിങ്ങൾ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയെ കോളറിന് കുത്തി പിടിച്ചു എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അയാൾ ഉന്നയിക്കുന്നത്. അപ്പൊ ഇതിലൂടെ എന്താണ് അയാൾ പറഞ്ഞു വെക്കുന്നത്? RSS വൽക്കരണം കേരളത്തിൽ പോലീസിൽ മാത്രമല്ല CPM-ന്റെ അടിത്തട്ടിലേക്ക് വരെ RSS വൽക്കരണം എത്തി നിൽക്കുന്നു എന്ന് അൻവർ പറയുന്നത് ഏത് ജങ്ചറിലാണ്? പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ലോക്കൽ സമ്മേളനങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് അൻവർ എന്ന് പറഞ്ഞ 8 വർഷം മുഖ്യമന്ത്രിയെ സ്വന്തം പിതാവായി കണ്ടിരുന്ന ആൾ വന്നിട്ട് CPM-നകത്ത് നടക്കുന്ന ഏറ്റവും ക്രാസ് ആയിട്ടുള്ള RSS വൽക്കരണത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ, ഇത് ചെറുതല്ല. അതിബുദ്ധിശാലിയായ ഒരു അൻവറിനെ പോലത്തെ ആളുടെ തന്ത്രങ്ങളാണോ ഇതൊക്കെ? ഈ സംഭാഷണവും ഈ നീക്കങ്ങളും ഇതൊക്കെ കൂടി നമ്മൾ ചേർത്ത് വഹിക്കുമ്പോൾ സ്വയം ഞാൻ അയാൾ ബുദ്ധിമാനാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് അറിയില്ല. പക്ഷേ അയാളുടെ ഏറ്റവും വലിയ ഒരു ബേസ് എന്ന് പറയുന്നത് അയാൾ പറയുന്നത് സത്യമാണ് എന്ന്. അല്ല, CPM നേരിടേണ്ടത് ഒരൊറ്റ അൻവറിനെ മാത്രമല്ല, അൻവറിനൊപ്പം നിൽക്കുന്ന വലിയൊരു മാധ്യമ സമൂഹത്തെ, വലിയൊരു സോഷ്യൽ മീഡിയ, എന്തിന് സൈബർ കമ്മികളെ വരെ ഔദ്യോഗികമായി നേരിടേണ്ടി. ഇനി CPM-ലെ ഏറ്റവും പ്രധാനപ്പെട്ട CPM നേരിടുന്ന പ്രശ്നം എന്താണ്? അപ്പാടെ ന്യൂനപക്ഷങ്ങൾ മുഴുവൻ അങ്ങ് പോയി. അല്ല, മലപ്പുറം മൊത്തം പോയി, സുനാമി ആയിപ്പോയി. മലപ്പുറം തീർന്നു. മനസ്സിലായില്ലേ? ജലീൽ തന്ത്രപരമായ മൗനം ഇപ്പോൾ പാലിച്ചിരിക്കുന്നത്. 2-ാം തീയതി ജലീലിന്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുമെന്നാണ് ജലീൽ പറയുന്നത്. അവർക്കെല്ലാവർക്കും ഇനി ഇപ്പൊ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷെ അവർക്കെല്ലാവർക്കും ഇനി ഇയാളോട് കൂടാതെ അവർക്കൊരു നിലനിൽപ്പില്ല. പക്ഷെ ഇവിടെ CPM-ന്റെ ഒരു അടവ് നയം പാളിപ്പോയി. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM പയറ്റിയ ഒരു അടവ് നയം മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ മുസ്ലിം ലീഗ് ശക്തമായ ഇടങ്ങളിൽ കടന്നു കയറണമെങ്കിൽ UDF-ൽ നിന്ന് ചില നേതാക്കളെ അടർത്തിക്കൊണ്ടുവന്ന് അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിപ്പിക്കുക. ഈ ലക്ഷ്യത്തോടെയാണ് അൻവർ റഹീമിനെ മത്സരിപ്പിച്ചത്, KT ജലീലിനെ മത്സരിപ്പിച്ചത്, അബ്ദുറഹ്മാനെ മത്സരിപ്പിച്ചത്. ഇതിനുശേഷം 2-ാം പിണറായി വിജയൻ സർക്കാരിൽ അബ്ദുറഹ്മാനെ മന്ത്രിയാക്കി. PV അൻവറിന് ഒരു മന്ത്രി കസേര ആഗ്രഹമുണ്ടായിരുന്നു. അവിടെ അൻവറിനെ വെട്ടി അബ്ദുറഹ്മാനെ ആക്കിയത് അൻവറിനെ പ്രകോപിപ്പിച്ചു. ഇപ്പോൾ സംഭവിക്കുന്നത് അബ്ദുറഹ്മാൻ ഒഴികെ ബാക്കി സ്വതന്ത്ര ചിന്താഗതിയുള്ള കാരൻ റസാഖ് ഉൾപ്പെടെയുള്ളവർ ഒരേ ചേരിയിലേക്ക് നീങ്ങുന്നു. ഞാൻ പറയുന്നത് ഇതൊന്നും അങ്ങനെ ഒരു സംഘടിതമായി ചെയ്യുന്ന സാധനമല്ല. ഇയാൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിന് വലിയ പിന്തുണ ശരിക്കും ന്യൂനപക്ഷങ്ങളിൽ നിന്ന് മാത്രമല്ല കിട്ടുന്നത്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞത് ഒരു പാൻ കേരള ഒരു അപ്രോച്ചിലാണ് അയാൾ പോകുന്നത്. ഇതൊരു മറ്റൊരു PC ജോർജ് ദുരന്തഭാവമോ? ഒരിക്കലുമില്ല. കാരണം എന്താ വെച്ചാല് PC ജോർജിനുണ്ടായ ഒരു പ്രശ്നം എന്താണ്? PC ജോർജ് പറയുന്ന കാര്യങ്ങൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഇതായി. കാരണം PC ജോർജ് ചുമ്മാ വർത്താനം മാത്രമേ ഉള്ളൂ. PC ജോർജ് കുറെ കാലം ESDP എന്ന് പറഞ്ഞു നടന്നു, പിന്നെ കുറെ കാലം BJP. അപ്പൊ ഇങ്ങനെ എവിടെയൊക്കെയോ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു. എല്ലാവരെയും വെറുപ്പിച്ചു. 3 അയാൾ കാര്യകാരണ സഹിതം അയാൾ പറഞ്ഞിരുന്നില്ല. പക്ഷെ ഇയാളതല്ല, ഇയാളുടെ ഓരോ സ്റ്റെപ്പും കാര്യകാരണ സഹിതമാണ്. എന്ന് മാത്രമല്ല ഇയാള് പിന്നെ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ ഇപ്പൊ മുസ്ലിം ലീഗൊക്കെ വലിയ ഭീഷണിയാണ് വരാൻ പോകുന്നത്. അവരുടെയൊക്കെ കാലിനടിയിൽ നിന്നുള്ള മണ്ണ് പൂർണ്ണമായി തന്നെ ഒലിച്ചു പോവാണ്. 1. 2 അയാള് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വാദിക്കുകയാണ്. അല്ല, സ്വതന്ത്ര പാർട്ടി ചിലപ്പോൾ അൻവറിന്റെ ഒരു സമ്മർദ്ദ തന്ത്രമാകാം. കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ ലീഗിലേക്ക് നല്ലൊരു അക്കോമഡേഷന് വേണ്ടിയുള്ള ബലപേശലിന് സംവിധാനം ഉപയോഗിക്കുന്ന. അല്ല, ഞാൻ പറയുന്നത് അതിനൊക്കെ അപ്പുറത്താണ് അതിന്റെ സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ മലപ്പുറത്തെങ്കിലും മുസ്ലിം ലീഗിനേക്കാൾ വലിയ ഒരു സംവിധാനമായി മാറാനുള്ള രാഷ്ട്രീയ അടിത്തറ ഇപ്പൊ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുസ്ലിങ്ങളുടെ മാത്രമല്ല മൊത്തം ന്യൂനപക്ഷങ്ങളുടെ
മൊത്തം പൊതുജനങ്ങളുടെ പാർട്ടി മലപ്പുറത്തെ മാത്രമല്ല മലബാറിലെ തന്നെ പാർട്ടി അണികളുടെ, അതോടൊപ്പം തന്നെ കേരളത്തിൽ മിഡിൽ ക്ലാസ് ഉണ്ടല്ലോ സോമന, കേരളത്തിലെ മിഡിൽ ക്ലാസിന്റെ ഇടയിലും വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി. ഇതൊക്കെ വിജയിച്ച് എത്തണമെങ്കിൽ അൻവർ ജീവിച്ചിരിക്കണമല്ലോ. കയ്യും വെട്ടും കാലും വെട്ടും ചാലിയാർ പുഴയിൽ തള്ളും എന്നല്ല CPM പ്രവർത്തകർ പറഞ്ഞു. സോമനെ അതൊക്കെ വർത്താനം മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഈ ആന മെലിഞ്ഞ് ഇതൊന്നും വെറും എല്ലും തോലുമാണ് CPM എന്ന് പറയുന്നത്. അല്ലെ മറ്റേ ഉണക്കക്കമ്പാണെന്ന് എങ്ങനെ പോയെന്ന്. അതെ, വെറും എല്ലും തോലുമാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് മാത്രമല്ല, അത് പിന്നെ അൻവറിനെ പോലെ ഡെയറിംഗ് ആയിട്ടുള്ള ഒരു മനുഷ്യനെതിരെ ഒന്നും നിൽക്കാൻ പറ്റില്ല. പാർട്ടി അണികളിൽ നിന്ന് തന്നെ വലിയ പിന്തുണ, ന്യൂനപക്ഷങ്ങളിൽ നിന്ന്. ഇപ്പൊ മിഡിൽ ക്ലാസിന്റെ എന്താ അവസ്ഥ? മിഡിൽ ക്ലാസിന് ഏറ്റവും കൂടുതൽ വിരോധം കേരളത്തിലെ പോലീസിനെ കുറിച്ചിട്ടായിരുന്നു. അല്ലെങ്കിൽ മലപ്പുറത്ത് ഇപ്പോൾ അൻവർ സഞ്ചരിക്കുമ്പോൾ അൻവറിന് വോളണ്ടറി ആയിട്ട് കുറേയധികം ആളുകൾ സുരക്ഷ നൽകുന്നു എന്ന വാർത്ത ഇന്ന് വരുന്നു. അല്ല, അതാ ഞാൻ പറഞ്ഞത്, അത് സ്വാഭാവികമാണ്. കാരണം ഇപ്പം ഞാൻ പറഞ്ഞിപ്പം ഏറ്റവും അവസാനമായിട്ട് ഞാൻ പറയട്ടെ, മിഡിൽ ക്ലാസ് അയാൾക്ക് അനുകൂലമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം, മിഡിൽ ക്ലാസ്സിന് പോലീസ് എന്ന് പറഞ്ഞാൽ കൊട്ടക്കലിപ്പാണ് മിഡിൽ ക്ലാസ്. രണ്ടാമത്തെ മിഡിൽ ക്ലാസ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാനൊക്കെ വർഷങ്ങളായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാം ഒന്ന് എന്നുള്ള വിഷയം. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരു താല്പര്യമാണ് സംരക്ഷിക്കുന്നുള്ള ഒരു വിഷയം കേരളത്തിലെ മിഡിൽ ക്ലാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്ട വിഷയമാണ്. അവിടെയൊക്കെ തന്നെ വളരെ സുസംഘടിതമായി വളരെ ബുദ്ധിപരമായിട്ട് ഇൻറൂട്ട്സ് ഇയാൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നാളെ ഇയാൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കും, ഇയാൾ വലിയ എന്നൊന്നും ഞാൻ പറയുന്നത് നമുക്കറിയില്ല. പക്ഷേ ഈ അങ്ങനെയൊക്കെ കൂടായികയില്ല എന്നുള്ളൊരു സൂചന അതിനകത്ത് വരുന്ന ഈ പറഞ്ഞ പോലെ മറ്റേ എന്താണ് അതിന്റെ പേര് KT ജലീൽ, അതൊന്നും എനിക്കറിയാം. അതൊന്നും അത്ര നല്ല മെറ്റീരിയൽ ആണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഇയാളുമായിട്ട് നോക്കുമ്പോഴത്തേക്കും KT ജലീലിനൊന്നും ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. പക്ഷെ അത് KT ജലീലൊന്നും ആവണമെന്നില്ല, അല്ലാത്ത MLA-മാര് അയാളുകൂടെ ചേർന്നുകൂടെ. എത്രയോ MLA-മാര് അതുപോലത്തെവരുണ്ട്. അതുകൊണ്ട് നമുക്കിതൊന്നും പറയാൻ കഴിയില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇതെങ്ങനെ വേണമെങ്കിലും ഇത് സംഭവിക്കാം എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയൂ എന്നാണ്. അൻവറിന് ഒരു ഭാഗ്യത്തിന് ഒരു മീഡിയ ഇമ്മ്യൂണിറ്റി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പിണറായി വിജയനെതിരെ പൊരുതാൻ മാധ്യമങ്ങൾക്ക് നല്ല ആർജവമുള്ള ആളുകൾത്തന്നെ വേണമായിരുന്നു. അതിനിടയിലാണ് ഈ ചുടയുള്ള അൻവർ വന്ന് വീണിരിക്കുന്നത്. അപ്പോൾ ഉടനെയൊന്നും മാധ്യമങ്ങൾ അൻവറിനെ താഴെയിടാനുള്ള സാധ്യതയില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഞാൻ പറയുന്നത് ഈ മാധ്യമങ്ങളെ അങ്ങനെ നമ്മൾ പറയുന്നത് ഒരു കാര്യമില്ല. ഈ മാധ്യമങ്ങൾക്കൊന്നും ഒരു നട്ടറുള്ള മാധ്യമങ്ങളൊന്നും അല്ല ഇന്നത്തെ മാധ്യമങ്ങൾക്ക്. പിന്നെ PV അൻവറിനെ കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ PV അൻവർ പറയുന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് പണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മാധ്യമങ്ങൾ അയാൾ ഉപയോഗിക്കുന്നത്. മാധ്യമങ്ങൾക്ക് PV അൻവറിനെ വിട്ട് പോകാൻ പറ്റില്ല. കാരണം PV അൻവറിന്റെ 48 മിനിറ്റുള്ള അയാളുടെ ഇന്റർവ്യൂ 1-2 മണിക്കൂർ കൊണ്ട് 1-2 ലക്ഷം ആളുകൾ കാണുകയാണ്. അപ്പൊ സ്വാഭാവികമായും PV അൻവറിനെ ഒഴിവാക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയില്ല. PV അൻവറിനെ ഏറ്റവും വലിയൊരു ഉൽപ്പന്നമായി മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അത് അങ്ങോട്ട് അതൊരു കോംപ്ലിമെന്ററി ആയി. 2006 കാലഘട്ടത്തിൽ അച്യുതാനന്ദനെ മാധ്യമങ്ങൾക്ക് വേണമായിരുന്നു, മാധ്യമങ്ങൾക്ക് അച്യുതാനന്ദനെ വേണമായിരുന്നു. അത് രണ്ടും എവിടെ നിന്ന് എത്തി എന്നുള്ളത് നമ്മൾ നോക്കണം. പക്ഷെ അത് അച്യുതാനന്ദനായിരുന്നു, ഇത് അൻവറായിരുന്നു. നാളെ അൻവറിന് എന്തെങ്കിലും തിരിച്ചടി ഉണ്ടാവും നമുക്കറിയില്ല. പക്ഷെ ഈ നിമിഷത്തിൽ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഇത് കേരള രാഷ്ട്രീയത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സംഭവ വികാസമായിട്ടാണ് ഈ അൻവർ. പിണറായി വിജയനും ഗോവിന്ദനും ഒക്കെ എന്തെങ്കിലും മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കണമെങ്കിൽ ഒരു മാധ്യമ കുറിപ്പ് വേണം, മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു നോട്ട് വേണം. ഒന്നുമില്ല അൻവറിന്റെ കയ്യില്. അൻവറിന് എന്തിനും മറുപടി. വല്ലാത്തൊരു ശക്തി ആ വാക്കിലും നോട്ടത്തിലും ഒക്കെ. അല്ല, അതല്ല ഞാൻ പറഞ്ഞില്ല. അത് അയാളുടെ കയ്യിലുള്ള അയാൾ പറയുന്നത് സത്യമാണെന്നാണ് വിശ്വസിക്കുന്നത്. അയാൾ അതിനുള്ള രേഖകൾ അയാൾ കൊണ്ടുവരുന്നു, അതിനുള്ള വിവരങ്ങൾ അയാൾ തരുന്നു. ആ നിലയിൽ ഇമ്പൾസീവായിട്ട് ആളുകളുമായിട്ട് അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അയാൾ പത്രലേഖനുമായിട്ട് വളരെ അധികം ആത്മബന്ധം ഉണ്ടാക്കുന്നു. അയാൾ കോടതിയിലേക്ക് പോകും എന്ന് പറയുന്നു. അയാൾ പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നു. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഓറയുണ്ടല്ലോ, ആ ഓറ ഇനിയും വരും ദിവസങ്ങളിൽ കൂടുതലായിട്ട് അനുകൂലമായിട്ട് ഡെവലപ്പ് ചെയ്യാനാണ്. പക്ഷെ അവിടെ അയാൾക്ക് മേൽ കൂടുതൽ സമ്മർദ്ദങ്ങൾ ചെലുത്താൻ നിലമ്പൂരിലെ CPM പ്രവർത്തകർ അവർ ഇന്നലെ മുദ്രാവാക്യം വിളിച്ചത് കയ്യും വെട്ടും കാലും വെട്ടും എന്ന് മാത്രമല്ല, പൊന്നെ എന്ന് വിളിച്ച നാവുകൊണ്ട് പോടാ എന്ന് വിളിച്ചുകൊണ്ടാണ് അവർ മുദ്രാവാക്യം. അതിനെ അൻവർ മറുപടി കൊടുത്തിട്ടുണ്ട്. അൻവർ പറഞ്ഞിട്ടുള്ളത് ഈ പൊന്നെ പോടാന്നൊക്കെ വിളിക്കുന്നവർക്കൊക്കെ തന്നെ അവരൊക്കെ മനസ്സിൽ അവരെല്ലാം എന്റെ ആളുകളാണ്. അവരായിട്ടാണ് ഞാൻ സജീവമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കത് വിളിക്കാതിരിക്കാൻ അവർക്ക് പറ്റില്ല. പക്ഷെ അവരെന്റെ കൂടെയാണ്. പക്ഷെ ഇന്നലെ രാത്രി വരെ അല്ല, മിനിഞ്ഞാന്ന് രാത്രി വരെ അൻവറിനെ മുപ്പിച്ചുകൊണ്ടിരുന്ന ഈ പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഒരു രാത്രി ഇരുട്ടി വിളക്കുമ്പോൾ ചെങ്കൊടിയുമായി അൻവറിനെ കൈവെട്ടാൻ. ഇതൊക്കെ സ്വയം മനസ്സിലാക്കേണ്ട കാര്യം.
ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഇവരല്ലേ പിന്നെ CPM ഒരു സീറ്റിലേക്ക് ഒതുക്കിയത്. ഈ പറഞ്ഞ മലപ്പുറത്തുള്ള ഈ അൻവറിനെതിരായിട്ട് ഇപ്പൊ നിൽക്കുന്നു എന്ന് പറയുന്നവരൊക്കെ കൂടെ ചേർന്നിട്ടല്ലേ 2 ലക്ഷം 1.5 ലക്ഷത്തിന്റെ ഭൂരിപക്ഷം UDF കൊടുത്തത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, എന്റെ അനുഭവം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. CPM-ന്റെ സ്ഥാനാർത്ഥിയുടെ സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് CPM നേതാവ് തോക്കുമെന്ന് എന്റെ അടുത്ത് വിളിച്ചു ചോദിച്ചിട്ടുണ്ട് ലോക്കൽ കമ്മിറ്റി മെമ്പർമാര്. അപ്പൊ അതുകൊണ്ട് അത് ഇന്നലെ അൻവർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവർ പറഞ്ഞോട്ടെ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അത് അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറയുന്നത് ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് ഈ അൻവർ പ്രതിഭാസം വലിയ ഡെവലപ്മെന്റിലേക്ക് പോകാനാണ് സാധ്യത. അത് എവിടെ ചെന്ന് എത്തും എന്നുള്ളത് സംബന്ധിച്ചൊന്നും ഇപ്പൊ ഞാൻ പറയാൻ ആളല്ല. പക്ഷെ ഇതുവരെ കേരള രാഷ്ട്രീയം കണ്ടിട്ടില്ലാത്ത നിലയിലുള്ള ഡെവലപ്മെന്റിലേക്ക് ഈ അൻവറിന്റെ വിഷയം മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവും. വളരെ നന്ദി ശ്രീ KM ഷാജഹാൻ. നന്ദി, നമസ്കാരം.